ശശികല ടീച്ചർ, നമുക്ക് ലഭിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുവായൂർ ദേവസ്വം വകുപ്പിന്റെ കൊള്ളയാണ് പുറത്തു വരുന്നത്. ഭഗവാന്റെ സ്വർണ്ണ കിരീടം പെട്ടെന്ന് വെള്ളി കിരീടമാകുന്നു. അതുപോലെ ആനക്കൊമ്പുകൾ കാണാനില്ല. മാത്രമല്ല അവിടെ മഞ്ചാടിക്കുരുവിന് പോലും രക്ഷയില്ല. നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഒരു അരക്ഷിതാവസ്ഥയിൽ ഇത് ചൂണ്ടിക്കാട്ടുന്നത്. എനിക്ക് ഇത്രയും കേട്ടപ്പോൾ തോന്നിയത് ഗുരുവായൂരത്തിനകത്ത് അതിനകത്തുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇനി ഭക്തർക്ക് ഉണ്ടാവാൻ പോകുന്നത്. കാരണം മഞ്ചാടിക്കുരു വരെ കടത്തിയവർക്ക് പിന്നെ ഭഗവാനെയാണോ കടത്താൻ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളത്? അപ്പോ ഇത് സത്യം പറഞ്ഞാൽ ഇപ്പൊ കേട്ടാൽ ഭക്തര് ഞെട്ടാത്തൊരവസ്ഥയായി. എല്ലാ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്യുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് നടന്നേ പറ്റൂ എന്നുള്ളൊരു അല്ലെങ്കിൽ നടക്കും എന്നത് ഭക്തർക്ക് പിന്നെ ഒരു ഉറപ്പായിട്ടുണ്ട്. ഇത് ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ നമുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ മേലെ ഒരു നടപടി ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഇത് നിർത്താൻ കഴിയുമോ എന്നുള്ള ഒരു പ്രതീക്ഷയും സാധാരണ ഒരാൾക്കും ഇല്ല. കാരണം ഇതെല്ലാം ഒരു മാമൂല് പോലെ ഓഡിറ്റ് റിപ്പോർട്ട് വരും, അന്ന് മാധ്യമങ്ങളിൽ അത് കുറച്ച് ദിവസം വാർത്തയാകും, അതിനെപ്പറ്റി ചർച്ച ചെയ്യും, വീണ്ടും കഴിയും, വീണ്ടും 3-4 വർഷം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇതേമാതിരത്തിലെ തീവെട്ടിക്കൊള്ളയുടെ കഥകള് നമ്മൾ ചർച്ച ചെയ്യും. ഈ ചർച്ചയ്ക്കപ്പുറത്തേക്ക് ഒരു നടപടി ഇവിടെ എടുക്കുന്നില്ല. കാരണം നടപടി എടുക്കേണ്ടവരാണ് ഇത് കക്കുന്നത്. അപ്പൊ പിന്നെ ആരാണ് നടപടി എടുക്കുക? അത് ജനാധിപത്യത്തിൽ ഇനി നടപടി എടുക്കാൻ അധികാരമുള്ളവർ ജനങ്ങളാണ് എന്നുള്ള ഒരു ധാരണയിലേക്ക് ഭക്തജനങ്ങൾ എത്തുക. കാരണം ഭക്തജനങ്ങൾ ഇപ്പോഴും ഭക്തി കൊണ്ടും വിശ്വാസം കൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒറ്റ മാസത്തെ നടവരവ് നമ്മൾ ചർച്ച ചെയ്തു. 5 കിലോ 2 കിലോ സ്വർണ്ണോ 6 കോടിക്കടുത്ത് രൂപയും എത്രയോ കിലോ വെള്ളിയും. അപ്പോ എന്ന് പറഞ്ഞാൽ ഭക്തരിപ്പോഴും കൊണ്ട് അത് ആര് കൊണ്ടുപോകുന്നു എന്ന് ചിന്തിക്കാതെ, ആരിലേക്കാണ് എത്തുന്നത് എന്ന് ചിന്തിക്കാതെ ഭക്തരിപ്പോഴും കൊണ്ട് അവിടെ ഭഗവാനോടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രം അവിടെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ ഭക്തർക്ക് തന്നെയാണ് ഇനി ഇതൊക്കെ ശരിയായ വിധത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശേഷി അതാത് ഭക്തർക്ക്, അതാത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തർക്കാണ്. അവരവരുടെ ശേഷി പൂർണ്ണമായിട്ട് തങ്ങൾ ആരാണ്, തങ്ങൾക്ക് ആ ക്ഷേത്രവുമായിട്ട് ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കുകയും ആ ശേഷി പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് ഓരോ ക്ഷേത്രവും ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്നും ഇത്തരം വാർത്തകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അടിത്തട്ട് മുതൽ ജനങ്ങൾ ഇളകുകയും ഈ ക്ഷേത്രങ്ങൾ മോചിപ്പിക്കും. ഇപ്പൊ അതിന്റെ സമയമായി. കാരണം നമ്മൾ ഏറ്റവും നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കലിയുഗവരതന്റെ ക്ഷേത്രങ്ങളിൽ നിന്ന് വന്ന വാർത്തകള്, അതേപോലെ തന്നെ ഭൂലോക വൈകുണ്ഠമായ ഭഗവാന്റെ നൃത്തം എല്ലായിടത്തും ഈ കള്ളത്തരം അവർ നടത്തുന്നുവെങ്കിൽ കക്കാൻ വേണ്ടി മാത്രമാണ് അവർ ക്ഷേത്രങ്ങൾ നടത്തുന്നത്, അല്ലാതെ അവിടുത്തെ ആചാരം പാലിക്കാനല്ല. എനിക്ക് തോന്നുന്നത് അവിടുത്തെ ചൈതന്യം നശിപ്പിക്കാൻ വേണ്ടി വരെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. കാരണം സനാതന ധർമ്മത്തെ ഇല്ലാതാക്കലാണ് അവരുടെ ലക്ഷ്യം. അതവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അത്തരക്കാരുടെ കയ്യിൽ കിട്ടിയാൽ ചില ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായ ചില ചടങ്ങുകളിലൂടെയാണ് അവിടുത്തെ ചൈതന്യം വർദ്ധിച്ചു നിൽക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ അവർ എന്തെങ്കിലും വേണ്ടാധീനം കാണിച്ചാൽ ചൈതന്യം പോലും നശിപ്പിച്ചിട്ടുണ്ടാകും. കാരണം ഈ മോഷണം മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ മോചിപ്പിക്കാൻ ഭക്തർ ഉണരുക. അവരൊന്നു ചേർന്നുകൊണ്ട് അവരുടെ ശക്തി മുഴുവൻ വിനിയോഗിച്ച്, ശക്തി മുഴുവൻ പുറത്തെടുത്ത് ഈ ദേവസ്വം ബോർഡ് എന്ന സംവിധാനത്തെ തന്നെ ചവിട്ടി പുറത്താക്കി ക്ഷേത്രങ്ങൾ മോചിപ്പിച്ചാൽ മാത്രമേ ഈ ചർച്ചകളെ കൊണ്ട് നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ. ആ തരത്തില് അടിത്തട്ട് മുതലൊരു മൂവ്മെന്റ് ഉണ്ടാക്കണം. ഈ ഓഡിറ്റ് റിപ്പോർട്ടിന് 2 ദിവസം കഴിഞ്ഞാൽ വിസ്മൃതിയിലേക്ക് പോകും. മറ്റൊരു ക്ഷേത്രത്തിൽ നിന്ന് ഇതിനേക്കാൾ വലിയ ആനവെട്ടി അല്ലെങ്കിൽ തീവെട്ടി കൊള്ള വന്നാൽ നമ്മൾ ചർച്ചയുമായി അതിന്റെ പുറകെ പോവും. ഇത് വിട്ടുപോകുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. വിട്ടുപോകാത്ത വിധത്തിൽ ഒരു യഥാർത്ഥ ജന മുന്നേറ്റം ഈ വിഷയത്തിൽ ഉണ്ടായാൽ മാത്രമേ ഇത് രക്ഷപ്പെടാൻ സാധിക്കൂ. ടീച്ചറെ, ഈ ക്ഷേത്രങ്ങളിലെ അനീതിക്കെതിരെ വരും ദിവസങ്ങളിൽ ഹിന്ദു ഐക്യവേദി എടുക്കുന്ന നിലപാട് അതെന്തായിരിക്കും? നിലപാടിന്റെ സൂചന തന്നെയാണ് ഈ തന്നത്. ക്ഷേത്രങ്ങൾ മോചിപ്പിച്ചല്ലാതെ വിശ്രമമില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഈ കണക്കുകൾ പറയാനോ എത്ര കിലോ പോയി, അല്ലെങ്കിൽ എത്ര കിലോ മഞ്ചാടി പോയി, എന്തൊക്കെ സാധനം പോയി, ആനക്കൊമ്പ് പോയോ, അല്ലെങ്കിൽ പശുവിനെ കൊന്നോ ആനയെ കൊന്നോ, അതവിടെ നടക്കുന്നു. ഗുരുവായൂർ അതൊന്നുമല്ല. ഗുരുവായൂർ ആനകളുടെയും പശുക്കളുടെയും ഒക്കെ കാര്യം ഇതിനേക്കാളൊക്കെ ബഹു കഷ്ടമാണ്. അതുകൊണ്ട് അടിത്തട്ട് മുതൽ ഇനി ചിന്തിക്കേണ്ട ഓരോ ഗ്രാമക്ഷേത്രങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഭക്തർ ഉണരുകയും ഈ ദേവസ്വം ബോർഡ് എന്ന സംവിധാനത്തെ ഏത് വിധത്തിലാണ് നിയമ പോരാട്ടം മുതൽ സാധിക്കുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ജനകീയമായ പ്രക്ഷോഭത്തിലൂടെ തന്നെ ഓരോ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളും മോചിപ്പിച്ചെടുക്കുകയും ദേവസ്വം ബോർഡ് എന്ന സംവിധാനം തന്നെ പൊളിച്ചെടുക്കുകയും ചെയ്യണം. അപ്പൊ ഭക്തർ അതിന് കാരണപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ആ ഭക്തരോടൊപ്പം അവർക്ക് നേതൃത്വം കൊടുക്കാനും അവരോടൊപ്പം ആ പോരാട്ടങ്ങൾക്ക് ഹിന്ദു ഐക്യവേദി ഉണ്ടായിരുന്നു. ശരി, നന്ദി ശ്രീ KP ശശികല ടീച്ചർ.